നമസ്തേ. കോഴിക്കോട് നിന്ന് ഞങ്ങൾക്ക് എത്തുന്ന ഒരു അപൂർവ ദൃശ്യം. ഒരു ബ്രാൻഡിനെതിരെ പ്രതിഷേധം നടക്കുന്നു. പേര് സ്റ്റുഡിയോ. കാരണം ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഇന്ത്യൻ ബ്രാൻഡ് എന്ന് ആരോ പറഞ്ഞു കേട്ട പഴി. സത്യത്തിൽ ഇവന്മാർക്കൊക്കെ ഭ്രാന്താണോ? ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കാത്ത ലോകത്തിന്റെ മറ്റൊരു കോണിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഇന്ത്യൻ കമ്പനിയെ തന്നെ ബഹിഷ്കരിച്ചിരിക്കുന്നു. അതും ഇന്ത്യയെ ഒരു വ്യാവസായിക ശക്തിയായി വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ടാറ്റയെ തന്നെ. നിങ്ങൾ ആലോചിക്കുന്ന ആ ബുദ്ധിമാന്മാർ വേറെ ആരുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIO ആണ്. ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയായ സ്റ്റുഡിയോയിലേക്ക് മാർച്ച് നടത്തുകയും കമ്പനിയെ ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗാസയിലെ കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലാക്കൊല ചെയ്യുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ തങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് SIO പറയുന്നത്. പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ എടുക്കുമ്പോൾ സാറ, ടാറ്റു, സ്റ്റുഡിയോ എന്നിങ്ങനെയുള്ള ബ്രാൻഡുകൾ ഒഴിവാക്കണമെന്ന് ISO പറയുന്നു. ഇവയ്ക്ക് പുറമെ അഡിഡാസ്, H&M, ടോമി ഹിൽഫിഗർ, കാൽവിൻ ക്ലെയിൻ, വിക്ടോറിയൻ സീക്രട്ട്, ടോം ഫുഡ്, സ്കച്ചേഴ്സ്, പ്രാഡ, ഡിയോർ, ഷാനൽ തുടങ്ങിയ 100ഓളം ബ്രാൻഡുകളെ ഒഴിവാക്കാനും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലുമായി സൈനിക സാങ്കേതിക സഹകരണം നടത്തുമെന്ന് ആരോപിച്ചാണിത്. കോഴിക്കോട് സ്റ്റുഡിയോ ഔട്ട്ലെറ്റിലേക്ക് ഇന്നലെ ഫലസ്തീൻ പതാകയുമായി SFIO മാർച്ചും നടത്തി. പക്ഷെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് സ്റ്റുഡിയോ മാത്രം? സ്റ്റുഡിയോ മാത്രമാണോ പ്രശ്നം? എന്തിന് സ്റ്റുഡിയോ മാത്രം? അങ്ങനെയാണെങ്കിൽ ടാറ്റ ബസ്സിൽ കയറാതിരിക്കുക, ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കുന്ന വാഹനങ്ങൾ വാങ്ങിക്കാതിരിക്കുക, ടാറ്റ സോൾട്ട്, ടാറ്റ ടീ, ടാറ്റ കോഫി ബഹിഷ്കരിക്കുക. മാത്രമല്ല എയർ ഇന്ത്യ, വിസ്താര, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ ബഹിഷ്കരിക്കുക. താജ് ഇന്ത്യൻ ഹോട്ടൽ ബഹിഷ്കരിക്കുക. ജാഗുവർ ലാൻഡ് റോവർ ബഹിഷ്കരിക്കുക. ടാറ്റ ക്യാപിറ്റൽ ബഹിഷ്കരിക്കുക. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ബഹിഷ്കരിക്കുക. വോൾട്ടാസ് ലിമിറ്റഡ് ബഹിഷ്കരിക്കുക. ടാറ്റ സ്റ്റീൽ ബഹിഷ്കരിക്കുക. ടാറ്റ ഹരിയാർ ബഹിഷ്കരിക്കുക. ടാറ്റ ടെക്നോളജീസ് ബഹിഷ്കരിക്കുക. TCS ബഹിഷ്കരിക്കുക. ടാറ്റ പവർ ബഹിഷ്കരിക്കുക. ടാറ്റ ഹൗസിംഗ് ബഹിഷ്കരിക്കുക. ടാറ്റ ഹിറ്റാച്ചി ബഹിഷ്കരിക്കുക. ടാറ്റ കൺസ്യൂമർ പ്രൊജക്ട്സ് ബഹിഷ്കരിക്കുക. വെസ്റ്റ് സൈഡ് ബൈ ടാറ്റ ബഹിഷ്കരിക്കുക. തനിഷ്ക് ബൈ ടാറ്റ ബഹിഷ്കരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കണം. ഇത് ഒരു ബഹിഷ്കരണമല്ല, ഇതൊരു അന്ധതയാണ്. ഇത് പ്രതിഷേധമല്ല, ഇത് സാമൂഹിക ഭ്രാന്താണ്. ഇത് പതാക പിടിച്ചു നടക്കുന്നതല്ല, ഇത് തലയണയെ പിടിച്ച് കരയുന്നതാണ്. രാജ്യത്തെയും പ്രബുദ്ധതയും കാരണബുദ്ധിയും പിന്തുണയ്ക്കൂ. സ്റ്റുഡിയോ ബോയ്ക്കോട്ട് ചെയ്തത് പലസ്തീനെ രക്ഷിക്കാനാകില്ല. പക്ഷെ സ്റ്റുഡിയോ പോലെ നാഷണൽ ബ്രാൻഡിനെ തകർത്താൽ നമ്മുടെ ഇന്ത്യയെ തകർക്കുന്നവർക്കും ഒപ്പം ചേരുന്നവരായി നമ്മൾ മാറും. എനിക്കറിയാൻ പാടില്ലാത്തത് അതല്ല, ഈ കാശ്മീരിലെ പഹൽഗാമിൽ ഇത്രയും ഇന്ത്യക്കാരെ മതം നോക്കി വെടിവെച്ച് കൊന്നിട്ടും ഒരു മെഴുകുതിരി പോലും ഈ പറഞ്ഞവന്മാരൊന്നും കത്തിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ കിടന്ന് കുരയ്ക്കുന്നത്. എവിടെയോ കിടക്കുന്ന തീവ്രവാദിയോളികൾക്ക് വേണ്ടി ഇന്ത്യയിൽ കിടന്ന് ഇത്തരം തിളപ്പ് തെളിക്കുന്നവരെ ഇനിയും ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ. എടാ, നിനക്കൊക്കെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ സമ്പൂർണ്ണമായി ബഹിഷ്കരിക്കണമെങ്കിൽ ഫേസ്ബുക്കും വാട്സപ്പും തൊട്ട് വിമാന സർവീസുകൾ വരെ ഉപേക്ഷിക്കേണ്ടി വരും. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയും ഇസ്രായേലിലെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭമായ നോവ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പ്രതിരോധ രംഗത്ത് ഗവേഷണം നടത്തി വരുന്നുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിലെ ആധുനികവൽക്കരണത്തിൽ ഇവർ വലിയ പങ്ക് വഹിക്കുന്നുമുണ്ട്. അത് മറന്നുകൊണ്ടാണ് ഈ ബഹിഷ്കരണം. ടാറ്റയുടെ TS കമ്പനിയാണ് പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത്. ടാറ്റയുടേതാണ് എയർ ഇന്ത്യയും. എയർ ഇന്ത്യയിലാണല്ലോ ഹജ്ജിന് പോകുന്നത്. പാസ്പോർട്ട് ഇല്ലാതെ പോകാനുമാകില്ല. ഇതൊക്കെ ബഹിഷ്കരിക്കാൻ കഴിയുമോ? ഫലസ്തീനിൽ മാത്രമല്ല പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നത്. സിറിയ, ലബനൻ, സുഡാൻ, നൈജീരിയ എവിടെയൊക്കെയാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത്? അതിലൊന്നും SFIOയ്ക്കും യാതൊരു പ്രശ്നവുമല്ല. മാത്രമല്ല ഹമാസ് മനുഷ്യമറയായ സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ മരണസംഖ്യകൾ ഉയരുകയും ചെയ്യുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഈ ബഹിഷ്കരണ നാടകം. ഒന്നോർക്കണം, നിങ്ങൾ ടാറ്റ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ അത് ടാറ്റയുടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിം തീവ്രവാദികൾ മുംബൈയിൽ ആക്രമണം നടത്തിയപ്പോൾ ടാറ്റയുടെ പ്രതികരണം ഞങ്ങൾ കണ്ടതാണ്. ശത്രു രാജ്യത്തു നിന്നുള്ള കോടികളുടെ കയറ്റുമതി ഓർഡർ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ നിരാകരിച്ച ടാറ്റയെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വാൽകഷ്ണം ഇത്രേ. ടാറ്റയോ സ്റ്റുഡിയോയോ ആണുങ്ങളുടെ സൽവാർ കമ്മീസ്, സ്ത്രീകളുടെ ബുർബ എന്നിവ വിൽക്കുന്നില്ല.
കൂടാതെ ഈ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്ത എത്ര പേർ ഇതുവരെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട്? ഇതുവരെ നീയൊക്കെ സ്റ്റുഡിയോയുടെ ഏതെങ്കിലും ഉൽപ്പന്നം വാങ്ങിച്ചിട്ടുണ്ടോ? നിന്റെയൊക്കെ ഹലാൽ ഇളക്കം അത് അങ്ങ് വീടിന്റെ ഏറ്റവും അറ്റത്തങ്ങ് കയറ്റി വെച്ചാൽ മതി.